ഇടക്ക എന്ന യഥാർത്ഥ സംസ്കൃത നാമം ഉള്ളതുമായ വാദ്യത്തെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ പഞ്ചവാദ്യത്തിൽ മാത്രമാണ് പ്രധാനമായും നമ്മളെല്ലാവരും ഇടക്കയെക്കുറിച്ച് ആദ്യമായി കാണുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ 35-45 വർഷത്തിനുള്ളിലാണ് ഇടക്ക എന്ന വാദ്യത്തിന് ജനകീയ സ്വഭാവം കൈവന്നത്. ക്ഷേത്ര അടിയന്തര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ഏക അകമ്പടി വാദ്യമായിരുന്ന ഇടക്കയുമായി ഞെരളത്ത് രാമപൊതുവാൾ എന്ന സോപാന ഗായകൻ അഥവാ സോപാന സംഗീതാചാര്യൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയും തനിക്ക് സമ്മതമായ മുഴുവൻ വേദികളിലും പ്രസ്തുത വാദ്യം കൊട്ടി പാടാൻ തയ്യാറാവുകയും ചെയ്തു. വീട്ടിലും കാട്ടിലും റോട്ടിലും എന്ന് വ്യത്യാസമില്ലാതെ അദ്ദേഹം അവസരം ലഭിച്ച ഇടങ്ങളിലെല്ലാം തന്നെ ഇടയ്ക്ക കൊട്ടി പാടി. അങ്ങനെയാണ് ഈ വാദ്യത്തെ മലയാളി പരിചയപ്പെടുന്നത്. ഇടക്കയിൽ മാത്രമായി പ്രയോഗം നടത്തിയിരുന്ന കലാ ഉപാസകർ കേരളത്തിൽ വളരെ വിരളമായിരുന്നു. സാധാരണ ഒരു ക്ഷേത്ര അടിയന്തര പ്രവർത്തകൻ വിവിധ വാദ്യങ്ങൾ പ്രയോഗിക്കുന്ന കൂട്ടത്തിൽ ഇടക്കയും പ്രയോഗിക്കും എന്നതായിരുന്നു സ്ഥിതി. പഞ്ചവാദ്യത്തിൽ മാത്രമാണ് ഇടയ്ക്ക് മാത്രമായി ഒരു സ്പെഷ്യലിസ്റ്റ് പതുക്കെ പതുക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ പഞ്ചവാദ്യം തീർന്നാൽ അതേ കലാകാരൻ തന്നെ ചെണ്ടയിൽ തായമ്പകയും മറ്റ് പ്രയോഗങ്ങൾക്കുമായി തയ്യാറാകാറുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് ഇടക്കയെ കൊണ്ടു നടന്നിരുന്ന കലാപ്രവർത്തകർ വളരെ വളരെ കുറവായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞെരളത്ത് രാമപൊതുവാൾ ഇടക്ക എന്ന വാദ്യം തോളിൽ തൂക്കി ഈ കേരളത്തിന്റെ നാനാ മേഖലകളിൽ കൊട്ടിപ്പാടുവാൻ തയ്യാറായത്. അങ്ങനെ രാമപൊതുവാളുടെ പാട്ടിനൊപ്പം പ്രസിദ്ധമായ ഒരു വാദ്യമാണ് ഇടക്ക. അന്നോളം പഞ്ചവാദ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു വാദ്യമായി പ്രത്യേകിച്ച് വ്യക്തിത്വമൊന്നും ഇല്ലാതെ നിന്നിരുന്ന ഇടക്ക പിന്നീട് മോഹിനിയാട്ടത്തിന്റെ അകമ്പടി വാദ്യമായി, കലാമണ്ഡലം പോലുള്ള അരങ്ങുകളിൽ കഥകളിയുടെ അകമ്പടി വാദ്യമായി, ഓട്ടംതുള്ളലിന്റെ അകമ്പടി വാദ്യമായി, സംഗീത ഭക്തി ഗാന കാസറ്റുകളിലെ അകമ്പടി വാദ്യമായി, സിനിമാ സംഗീതത്തിലെ അകമ്പടി വാദ്യമായി, വിവിധ വാദ്യങ്ങൾ കൂട്ടിച്ചേർത്തുള്ള ഫ്യൂഷൻ വേദികളിൽ അകമ്പടി വാദ്യമായി, അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് മാത്രമായി പ്രയോക്താക്കൾ ഉണ്ടായി വന്നു. അക്കൂട്ടത്തിൽ രാമപൊതുവാളുടെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദനാണ് പിന്നീട് ഇടക്ക മാത്രം പ്രയോഗിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായി അവസരം നൽകിക്കൊണ്ട് ഇടക്കയുടെ പ്രാധാന്യത്തെ കൂടുതലായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത്. പെരിങ്ങോട് സുബ്രഹ്മണ്യനെ പോലെയും പെരിങ്ങോട് മണികണ്ഠനെ പോലെയും പെരിങ്ങോട് ശ്രീധരൻ ആശാനെ പോലെയുള്ളവരെയും തന്റെ സംഘത്തിൽ കൂടെ കൂട്ടി തന്റെ വേദികളിൽ അവർക്ക് പ്രത്യേകമായ അവസരം സോളോ പെർഫോമൻസിന് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത് സാധിച്ചെടുത്തത്. പാട്ട് വായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക കൊട്ടുവാദ്യമാണ് ഇടക്ക എന്നും ലോകം മുഴുവനുള്ള കൊട്ടുവാദ്യക്കാർക്കിടയിൽ കൊട്ടുവാദ്യത്തിൽ പാട്ട് വായിക്കാൻ കഴിയുന്നവർ കേരളത്തിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നും പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഓരോരുത്തരെയും അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഇടക്ക മാത്രമായി ഇടക്ക തായമ്പക നിലവിൽ വന്നു, ഡക്ക പെരുക്കം നിലവിൽ വന്നു, ഇടക്ക വിസ്മയം നിലവിൽ വന്നു. അങ്ങനെ പലതുമായി ഇടക്ക കൊണ്ട് മാത്രം ആളുകളെ ആകർഷിക്കാവുന്ന കമ്പോസിഷൻസ് ഇന്ന് കേരളത്തിൽ വ്യാപകമാണ്. അക്കൂട്ടത്തിൽ ഇടക്ക മാത്രം പരിശീലിപ്പിച്ചുകൊണ്ട് ഇടക്കയുടെ വ്യക്തിത്വത്തെ കൂടുതൽ പ്രോജ്വലമാക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയകളിലും അരങ്ങുകളിലും ക്ഷേത്രങ്ങളിലും പൂരപ്പറമ്പുകളിലും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മണികണ്ഠൻ പെരിങ്ങോട്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലുള്ള കുട്ടികളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഈ അരങ്ങിൽ ഇടക്ക എന്ന ലോക അതിശായിയായ വാദ്യത്തെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നത്.